അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് പോലെ എന്നെ ബഹുമാനപ്പെട്ട ബോബൻ മാട്ടുമന്ത എന്ന് അഭിസംബോധന ചെയ്യണം. അങ്ങനെയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത ഉറപ്പുവരുത്തേണ്ടത് ഈ സർക്കാർ. മുഖ്യമന്ത്രിയെയും വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരെയും അഭിസംബോധന ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന പദം ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ഉള്ളത്. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഇത്തരം ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. വിവരാവകാശ പ്രവർത്തകനായ ബോബൻ മാട്ടുമന്ത ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് വിവരാവകാശത്തിലൂടെ തന്നെ മറുപടി നൽകിയത് അങ്ങനെ ആരെല്ലാമാണ് ബഹുമാനിപ്പിക്കപ്പെടേണ്ടത് എന്ന പട്ടിക തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ബോബൻ മാട്ടുമന്ത എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഇന്ന് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ടാവും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനിക്കണം എന്നുള്ളത്. ഈ നേരത്തെ ഈ പ്രോട്ടോകോൾ വകുപ്പിൽ നിന്ന് നിങ്ങൾക്ക് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി എന്തൊക്കെയാണ്? പ്രോട്ടോകോൾ വകുപ്പിൽ നിന്നും പൊളിറ്റിക്കൽ വകുപ്പിൽ നിന്നും ലഭിച്ച മറുപടി അനുസരിച്ച് നാളിതുവരെ ബഹുമാനിക്കപ്പെടേണ്ട പദവികളുടെ പട്ടിക സർക്കാർ തയ്യാറാക്കിയിട്ടില്ല എന്നൊരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. ഇപ്പോൾ അതിന് വിരുദ്ധമായുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഒരു ഉത്തരവാണ്. ഇവിടെ ബഹുമാനം മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങുകയാണ്. ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രി പരിവാരങ്ങൾക്കും അവരർഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ നിർബന്ധപൂർവം ഇത്തരത്തിൽ സർക്കാർ രേഖകളിലൂടെ ബഹുമാനം പിടിച്ചു വാങ്ങുന്ന ഒരു അധികാരത്തിൻ്റെ അശ്ലീലതയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം അന്ന് താങ്കൾക്ക് തന്ന മറുപടിയിൽ പദവികൾ ആദരസൂചകമായ വാക്കുകളിൽ അഭിസംബോധന ചെയ്യാതിരുന്നാൽ നടപടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതിന് ഉള്ളതായി അറിയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പൗരന് ലഭിക്കുന്നതിനേക്കാൾ ഭിന്നമായ ഏതെങ്കിലും തരത്തിലുള്ള അമിതാനുകൂല്യങ്ങൾ, അധികാരങ്ങൾ എന്നിവ ജനപ്രതിനിധികൾക്ക് ഭരണഘടന നൽകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്കോ ഇല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്കോ ജനങ്ങളിൽ നിന്ന് വിഭിന്നമായി മറ്റൊന്നും ഇല്ല, എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണല്ലോ ഈ വിവരാവകാശത്തിൽ മൊത്തത്തിൽ പറയുന്നതല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന തുല്യതയും പൗരാവകാശവും നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 14, 15, 16 അതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ആ പരാമർശങ്ങൾ അനുസരിച്ചിട്ട് ഞാനും മുഖ്യമന്ത്രിയും തുല്യരാണ്. ആ മുഖ്യമന്ത്രി ബഹുമാനിക്കപ്പെടേണ്ട ആളാവുമ്പോൾ, ആ മന്ത്രി ബഹുമാനിക്കപ്പെടേണ്ട ആളാവുമ്പോൾ, ആ പൗരൻ ഇവിടെ ബഹുമാനിക്കപ്പെടേണ്ടവരും ബഹുമാനത്തിന് അർഹനല്ലാത്തവരും എന്നൊരു വേർതിരിവാണ് ഇവിടെ സർക്കാർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനസേവകൻ എന്നത് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ജനപ്രതിനിധികൾ എങ്ങനെയാണ് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളായി മാറുന്നത്? എന്തുകൊണ്ടാണ് പൗരന് സമാനമായ അത്തരത്തിലുള്ളൊരു ബഹുമാനം ലഭിക്കാതെ പോകുന്നത്? എനിക്ക് ലഭ്യമായ വിവരാവകാശ മറുപടികൾ അനുസരിച്ച് പൗരനും ബഹുമാനത്തിന് അർഹനാണെന്നാണ് എനിക്ക് പൊതുഭരണ പ്രോട്ടോകോൾ വകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് പോലെ എന്നെ ബഹുമാനപ്പെട്ട ബോബൻ മാട്ടുമന്ത എന്ന് അഭിസംബോധന ചെയ്യണം. അങ്ങനെയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത ഉറപ്പുവരുത്തേണ്ടത് ഈ സർക്കാർ. ഈ ബോബൻ മാട്ടുമന്ത പറയുന്നത് കേവലമായ ഒരു അവകാശവാദമല്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് 20ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന പദം ഉപയോഗിക്കുന്നതും ആദരവിൻ്റെയും സംസ്കാരത്തിൻ്റെയും സൂചിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട എന്ന വിശേഷണത്തിന് സാധാരണ പൗരൻ അർഹനല്ലേ എന്ന ചോദ്യത്തിന് പ്രോട്ടോകോൾ വകുപ്പ് ആണ് എന്ന ഉത്തരമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ബഹുമാനപ്പെട്ട എന്ന പദം എവിടെയും ഉപയോഗിക്കണമെന്ന് നിർബന്ധപൂർവ്വം പറയുന്നില്ല, അത് വിലക്കാനും കഴിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലും അതിന് ഒരു നിയമസാധുത വന്നിരിക്കുകയാണ്. സർക്കാർ തന്നെ ഒരു സർക്കുലറാക്കി ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള പല കീഴ്വഴക്കങ്ങളും രാജഭരണകാലം തൊട്ട് നടപ്പിലുള്ളതാണ്. ഇപ്പോൾ രാജാവിന് മുമ്പിൽ അന്ന് ഭയഭക്തിയോടുകൂടി അവരുടെ പ്രജകൾ രാജാവിനെ ആദരണീയനായ രാജാവ് അല്ലെങ്കിൽ രാജാതിരാജൻ, തിരുമനസ്, തിരുവടികൾ എന്നുള്ള വിശേഷണ പദങ്ങളിലൂടെയാണ് രാജാവിനെ അഭിസംബോധന ചെയ്ത്. രാജഭരണം നാട് നീങ്ങി ഇവിടെ നമ്മൾ ജനാധിപത്യത്തിലേക്ക് വന്നു. ഈ ജനാധിപത്യത്തിൻ്റെ വിടവിലൂടെ അഭിനവ രാജാക്കന്മാർ ചില പദങ്ങൾ, ചില വിശേഷണ പദങ്ങൾ തിരികെ കയറ്റി. അങ്ങനെ തിരികെ കയറ്റിയ പദങ്ങളിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട ആളെന്ന ഒരു പദം. 2 ആദരണീയൻ.
സമാദരണീയൻ, ഇത്തരത്തിലുള്ള പദങ്ങൾ ഇന്ന് ജനാധിപത്യ ലോകം ഇന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അഭിനവ രാജാക്കന്മാർ ഇതിലൂടെ തിരികെ കയറ്റിയ പദങ്ങളാണ്. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ ഈ ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചെല്ലാം പ്രാസമൊപ്പിച്ച് പ്രസംഗിക്കുന്നവരും കയ്യടി വാങ്ങുന്നവരുമായ പല നേതാക്കന്മാരും അല്ലെങ്കിൽ പല ജനപ്രതിനിധികളും ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഈ ഒരു പ്രയോഗം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്നത് ഇത്തരത്തിലുള്ള ഈ വിശേഷണ പദങ്ങളിലൂടെ ഞാൻ പൗരനേക്കാൾ മുകളിലാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തുകയും പൗരനേക്കാൾ മുകളിലാണെന്നൊരു ബോധ്യം സമൂഹത്തിൽ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനാധിപത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഈ പ്രാകൃതമായ ചില അല്ലെങ്കിൽ പൗരന്മാരെ രണ്ട് തട്ടിലാക്കുന്ന ഇത്തരം വിശേഷണ പദങ്ങൾക്കെതിരെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മുടെ ലീഡേഴ്സിൻ്റെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്നോ ഇതിന് വലിയൊരു സ്വീകാര്യതയോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളോ ഉണ്ടാകാതെ പോകുന്നത് നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗപക്കാവുന്നു എന്നൊരു ചിന്ത രൂപപ്പെടുന്നത് കൊണ്ടാണ്. ഇത് പൗരസമൂഹം ഇതിനെ ശക്തമായി എതിർക്കാൻ മുന്നോട്ട് വരണം. അത്തരത്തിൽ പൗരസമൂഹത്തിൽ നിന്നും അർഹിക്കുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ആദരവ് കിട്ടാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിർബന്ധപൂർവ്വം ബഹുമാനം ആളുകളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ബഹുമാനം എന്നത് ഇത്തരത്തിൽ ഭയപ്പെടുത്തിയോ വില കൊടുത്തോ അല്ലെങ്കിൽ അധികാരം കാണിച്ചോ വാങ്ങിക്കേണ്ട ഒന്നല്ല. ബഹുമാനം എന്നത് സ്വാഭാവികമായി രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒന്നാണ് ആ ബഹുമാനം. ആ ബഹുമാനം ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വയം ചിന്തിക്കുന്നതിന് പകരം ഈ ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരെ ഇത്തരത്തിൽ അധികാരം കാണിച്ച് ഭയപ്പെടുത്തി ബഹുമാനം പിടിച്ചു വാങ്ങുന്നത് ഒരു പ്രാകൃതമാണ്, അതൊരു അധികാരത്തിൻ്റെ അശ്ലീലമാണ്. ഇപ്പോൾ നമ്മൾ ഭരണഘടന പ്രകാരം എല്ലാ പൗരന്മാരും തുല്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഗവർണർ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നിവരൊക്കെ ഈ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ കൂടിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അവരെ ബഹുമാനപ്പെട്ട എന്ന് സൂചിപ്പിക്കണമെന്ന് പറയാൻ കഴിയുമോ? അത് പറയാം. കാരണം ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനം. ആ ഭരണഘടനയിൽ പൗരനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റു ജനപ്രതിനിധികൾക്കും തുല്യ അവകാശങ്ങളാണ്. ഇവിടെ എനിക്ക് നൽകിയ ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അമിതമായി ഒരു അവകാശങ്ങളും ഈ ജനപ്രതിനിധികൾക്ക് ഭരണഘടന നൽകുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിശേഷണ പദങ്ങളില്ലാതെ തന്നെ ഒരു മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിലെ ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളെ സേവിക്കാൻ കഴിയും. ഈ വിശേഷണ പദങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അവർ അർത്ഥമാക്കുന്നത് എന്താണ്? ജനങ്ങളെ സേവിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ജനങ്ങളെക്കാൾ ഒരുപടി മുകളിലാണ് ഞങ്ങളെന്ന് വീണ്ടും വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള വിശേഷണ പദങ്ങളിലൂടെ. ഈ വിശേഷണ പദങ്ങൾ സാധാരണയായി നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാറില്ല. അതിൻ്റെ പേരിൽ ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിക്കോ ആ പൗരന്മാർ അവരെ ആരും വില കുറച്ച് കാണാറില്ല. ഇവിടെ സർക്കാർ ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കി പൗരന്മാരെക്കാൾ മുകളിലാണ് തങ്ങളെന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ലഭ്യമായ മറ്റൊരു മറുപടിയിൽ പറയുന്നത് സുജന മര്യാദയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വിശേഷണ പദങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ്. ആ സുജന മര്യാദയ്ക്ക് പൗരനായ ഞാൻ അർഹനാണ്. അതുപോലെ തന്നെ മറ്റൊരു മറുപടിയിൽ പറയുന്നത് വ്യക്തികളെയല്ല പദവികളെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ബഹു ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വാദം മുൻനിർത്തി പോയാൽ തന്നെ നമ്മൾ ബഹു കോടതി എന്നാണ് പറയുന്നത്. കോടതി എന്നതൊരു സ്ഥാപനമാണ്, കെട്ടിടമാണ്. ആ ഒരു ശീലം മുൻനിർത്തി പോകുകയാണെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം ബഹുമാനിക്കപ്പെടേണ്ട ഇടങ്ങളാണ്. ഇവിടെ ഇത്തരത്തിലുള്ള വിശേഷണ പദങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിശേഷണ പദങ്ങൾ ജനാധിപത്യത്തെ എത്രത്തോളം മലിനമാക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പദങ്ങളൊന്നുമില്ലാത്ത രാജ്യങ്ങളിലും ഭരണാധികാരികൾ ഭരണം നടത്തുന്നുണ്ട്. ഇവിടെ ജനങ്ങളെക്കാൾ ഒരുപടി മുകളിലാണെന്നും ജനങ്ങളെ ഭയപ്പെടുത്തി ആദരവ് വാങ്ങുക എന്നൊരു പുതിയ സംസ്കാരത്തിനാണ് ചരിത്രത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് നിർത്തലാക്കി ഈ ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതിന് പൗരസമൂഹത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്രയും കാലം ഇത്തരം ഒരു ഓർഡർ ഇല്ലെങ്കിൽ കൂടി ആളുകൾ ഈ മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും MLA-മാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ബഹുമാനപ്പെട്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴാണ് അതൊരു നിയമത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിനെ ഈ നിയമപരമായി തന്നെ നേരിടുമോ? അതായത് ഇത് തുല്യതയ്ക്കെതിരെയുള്ള ഒരു ഉത്തരവാണെന്ന രീതിയിൽ കോടതിയെ സമീപിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ടോ? അതെ, ഞാനിത് കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കഴിഞ്ഞ 4 വർഷത്തോളം എടുത്ത് ഞാനിത് ശേഖരിച്ചു വെച്ചത്. അന്ന് ലഭ്യമായ രേഖകൾ അനുസരിച്ച് ഈ ബഹുമാനപ്പെട്ട എന്ന വിശേഷണ പദം ഉപയോഗിക്കണമെന്നത് സംബന്ധിച്ച് നമ്മുടെ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള സർക്കുലറുകളോ നിയമങ്ങളോ നിലവിലില്ല.
എന്നാൽ ആ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കോടതിയിൽ പോയി ചോദ്യം ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇത് ഒഴിവാക്കേണ്ടി വരും. എന്നാൽ അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹു എന്ന വിശേഷണ പദം ചേർത്ത് ഉപയോഗിക്കണമെന്നൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രമല്ല, ഇവിടെ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നമ്മൾ ബഹു ഉപയോഗിക്കാറുണ്ട്, അതുപോലെ കലക്ടർക്ക് മുന്നിൽ ബഹു ഉപയോഗിക്കാറുണ്ട്. ഒരു വില്ലേജ് ഓഫീസർ താലൂക്ക് ഓഫീസറെ അഭിസംബോധന ചെയ്യുന്നത് ബഹു താലൂക്ക് ഓഫീസറുടെ ഇത്ര നമ്പർ ഉത്തരവ് എന്ന് പറഞ്ഞാണ്. അതുപോലെ RDOയെ അഭിസംബോധന ചെയ്യുന്നതും ബഹു RDOയുടെ ഇത്ര നമ്പർ ഉത്തരവ് എന്ന് പറഞ്ഞാണ്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ, അധികാരവർഗം, അതുപോലെ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ MLAക്ക് മുമ്പിൽ നമ്മൾ ബഹു ഉപയോഗിക്കാറുണ്ട്, MP-ക്ക് മുമ്പിൽ നമ്മൾ ബഹു ഉപയോഗിക്കാറുണ്ട്, പഞ്ചായത്ത് മെമ്പർമാർക്ക് മുമ്പിൽ ബഹു ഉപയോഗിക്കാറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിന് മുമ്പിൽ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധികളെയും ആ ജനപ്രതിനിധികളുടെ ഭാഗമായ ഉദ്യോഗസ്ഥരുടെയും ബഹുമാനിക്കുക എന്നൊരു കീഴ്വഴക്കം ഇവിടെ പൗരന്മാരെ രണ്ട് തട്ടിലാക്കിക്കൊണ്ട് ആ പൗരനെ സേവിക്കുന്ന ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ബഹുമാനിക്കുക എന്നൊരു പുതിയ ശീലത്തിലേക്കാണ് ഈ ജനാധിപത്യ രാജ്യവും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഉത്തരവിറക്കിയത് ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഗവൺമെൻറ്റാണ്. ഏറ്റവും പുരോഗമനപരമെന്ന് അവകാശപ്പെടുന്ന CPM ആണ് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്നത്. അത്തരമൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഏറെ പിന്തിരിപ്പൻ നടപടി എന്ന് പറയാവുന്ന, എന്നെ ബഹുമാനിക്കണമെന്ന് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നിർബന്ധമായും ബഹുമാനിക്കണമെന്ന് സർക്കാർ രേഖകളിലൂടെ അടിച്ചു നൽകി ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാനാണോ, എങ്ങനെയാണ് നിങ്ങൾ നിയമപോരാട്ടം നടത്തുന്നത്? ഇവിടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭ്യമായ എല്ലാ അവകാശങ്ങളും മാത്രമേ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണഘടന അനുവദിച്ചു നൽകുന്നുള്ളൂ. ആ ഒരു ക്ലോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. കാരണം എനിക്കില്ലാത്ത, പൗരനില്ലാത്ത എന്ത് അമിത അധികാരങ്ങളാണ്, നമ്മുടെ ഭരണഘടന നൽകാത്ത എന്ത് അമിത അധികാരങ്ങളാണ് ഇവിടെ സർക്കാർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ നമുക്ക് 7 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ബഹുമാനം പിടിച്ചു വാങ്ങുന്ന ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. പ്രോട്ടോകോൾ വകുപ്പ് ഇതുവരെ ആരെല്ലാമാണ് ബഹുമാനിക്കപ്പെടേണ്ടത് എന്ന പട്ടിക തയ്യാറാക്കിയിട്ടില്ല. ഉദ്യോഗസ്ഥ വകുപ്പിൽ നിന്നാണ് ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതും ഇതുവരെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഇന്ന ആളുകൾ ബഹുമാനത്തിന് അർഹരാണ് എന്ന് ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്നുകൂടിയുള്ളത് ശ്രദ്ധേയമാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.